അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിന് 3 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. ആ 3 പാഠവും നമ്മൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാത്തവരത് പോയി കേൾക്കുക. അത് കേട്ടതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ വീഡിയോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്തു നോക്കാം. 1. സാബിഉ എന്ന് പറഞ്ഞാൽ എന്താ? സബ്അ എന്ന് പറഞ്ഞാൽ 7ആണ്. പക്ഷെ സാബി എന്ന് പറഞ്ഞാൽ 7അല്ല, പിന്നെ 7ാമത്തേത് എന്നാണ്. ഇതിലേതാ 7ാമത്തേത്? ഇവിടെ ഇതാ 7ാമത്തെ, ഇതാണ് അർത്ഥം. അടുത്ത അൽ ഹാദി അഷറ. അഹദ അഷറ പറഞ്ഞാൽ 11ആണ്. പക്ഷെ ഹാദി അഷറ എന്ന് പറഞ്ഞാൽ എന്താണ്? 11ാമത്തെ. അടുത്ത സബ്അ എന്ന് പറഞ്ഞാൽ 7ആണ്, എല്ലാവർക്കും അറിയാം 7 അല്ലേ. അടുത്തത് സലാസ അഷറ എന്ന് പറഞ്ഞാൽ എത്ര? 13. ഇതിലൂടെ 13, ഇതാ 13. അടുത്ത ഖംസ അഷറ 15. താസി എന്ന് പറഞ്ഞാൽ ഇവിടെ താസി പറഞ്ഞാൽ 9ാമത്തെ, ഇതാ കണ്ടോ 9ാമത്തെ, കണ്ടില്ലേ. അടുത്തത് നുക്കമ്മിലുൽ ഫറാബിൽ മുനാസിബ്, യോജിച്ച് ചേർക്കാനാണ്. നോക്കുക, അത്വാലിബാനി ഡാഷ് ദുറൂസുഹുമ. ഇവിടെ എന്തൊക്കെയുള്ള? യദുറുസാനി, തദുറുസാനി, യദുറുസ്ന. കാണുന്നില്ലേ? യദുറുസാനി, തദുറുസാനി, യദുറുസു, അങ്ങനെയുള്ളത്. ഇവിടെ എന്തല്ല? ത്വാലിബാനിയാണുള്ളത് അല്ലേ. 2 ആളുണ്ട് അവിടെ. ത്വാലിബാനി 2 വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇവിടെ യദുറുസാനി, തദുറുസാനി, ത്വാലിബാനി പോലെ സാധനം ഇവിടെ ഏതാ? 2 ഉണ്ട്. യദുറുസാനി ഉണ്ട്, തദുറുസാനി ഉണ്ട്. അപ്പോൾ ഏതാ എടുക്കുക? ഇതാണാണോ പെണ്ണാണോ നോക്കുക. ത്വാലിബാനി എന്ന് പറയുമ്പോൾ ഇതിൽ താ ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ മനസ്സിലാക്കുക ആണാണ്. പെണ്ണുങ്ങൾക്കാണ് ഈ താ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ താ അല്ലാത്ത എടുക്കുക. ഇവിടെ താ കൊണ്ട് തുടങ്ങുന്നുണ്ട്, തദുറുസാനി. ഇത് 2 ഓപ്ഷൻ ഉള്ളൂ. പിന്നെ യദുറുസ് എന്തായാലും ഒഴിവാക്കി നമ്മൾ, കാരണം ത്വാലിബാനിയാണ്. അവിടെ ആനി ഉണ്ട്, ആണി. അപ്പോൾ ഇതിൽ ആണിയുള്ള 2 ഉണ്ട്. ഇതിൽ നമ്മൾ ഏതാ എടുക്കണത്? യദുറുസാനി എടുക്കുക. ഇങ്ങനെയാണ് ഒരു ട്രിക്ക്. എന്നാൽ നമ്മൾ ഇത് ശരിയായ രീതിയിൽ ഇത് അർത്ഥം മനസ്സിലാക്കി പറയുകയാണെങ്കിൽ ത്വാലിബാനി 2 കുട്ടികൾ, അവർ 2 ആളും പഠിക്കുന്നു എന്ന് പറയാൻ എന്താ പറയണ്ടേ? നമ്മൾ യദുറുസു നമ്മൾ പഠിച്ചില്ലേ? യദുറുസു, യദുറുസാനി, യദുറുസൂന. അതിൽ യദുറുസാനി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. അങ്ങനെ നോക്കണ്ടത്. അടുത്ത അൽ ബനാത്തു അൽ ജരീദത്ത. ബനാത്ത് പറഞ്ഞ പെൺകുട്ടികൾ. യഖ്റഇന, യഖ്റഊന, തഖ്റഇന. നോക്കുക, യഖ്റഇന, തഖ്റഇന അല്ലെ, തഖ്റആനിയാണ്. അത് തഖ്റആനിയാണ്. പിന്നെ യഖ്റഊന 3 അല്ലേ. ഒരു കാര്യം ഉറപ്പാണ്, യഖ്റഊന എന്നുള്ളത് വരൂല. എന്താ കാരണം? യഖ്റഊന എന്ന് വരാത്ത കാരണം എന്താ? യഖ്റഊന എന്നുള്ളതിൽ താവില്ലല്ലോ. അപ്പോൾ അത് ആണുങ്ങളതാണ്. ആണുങ്ങളത് പെണ്ണുങ്ങൾക്ക് വരുമോ? ഇല്ലല്ലോ. പിന്നെ തഖ്റആനി ഉള്ളത് അല്ലേ. തഖ്റആനി എന്ന് പറഞ്ഞാൽ 2 ആളാണ്. അതും ഇവിടെ പറ്റൂല. ഇവിടെ കുറേ ആളുണ്ട്. അപ്പോൾ എന്താ വേണ്ടി? യഖ്റഇന. അപ്പോൾ എന്താ വേണ്ടി? അൽ ബനാത്തു യഖ്റഇനൽ ജരീദത്ത. ഓക്കെ. അടുത്തത് അൽ ഉസ്താദു ഡാഷ് ഇലൽ മദ്രസത്തി. ഉസ്താദ് എന്താ? യദ്ഹബു, യസ്റഉ, തദ്ഹബു. പോകുക എന്നുള്ളതിന് 2 വാക്ക് അവിടെ ഉള്ളത്, യദ്ഹബു, തദ്ഹബു. ഇനി ആണാ പെണ്ണാ നോക്കിയിട്ടാണ്. താ ഉണ്ടെങ്കിൽ പെണ്ണിനാ കൊടുക്കുക. ഇവിടെ പെണ്ണല്ല, ആണാണ്, ഉസ്താദല്ലേ. അപ്പോൾ ഏതാ വേണ്ടി? യദ്ഹബു. ഓക്കെ. അടുത്തത് ദഹബ സിനാനു ഡാഷ് അൽ ഹദീഖത്തി. എന്താ ഉള്ളത്? ലി സിയാറത്തി മിൻ അജായിബി അല ഷജറത്തി. എന്താ ഉത്തരം? ലി സിയാറത്തി, കാണാൻ വേണ്ടി അല്ലേ. അടുത്ത് അർരിജാലു ഡാഷ് ബിൽ ഖുറത്തി. എൽ അബാനി, തൽ അബാനി, എൽ അബൂന. ഇവിടെ നിങ്ങൾ നോക്കുക, എൽ അബാനി ഉണ്ട്. ഈ ബാനി, ആനി, ആനി, ലാസ്റ്റ് ആനി വരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ആനി വരുന്ന സാധനം വേണം. അങ്ങനെ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ മനസ്സിലാക്കുക ഇത് 2 അല്ല. പിന്നെ ഏതാളുള്ള? എൽ അബൂന. ഇനി അർത്ഥം നോക്കുകയാണെങ്കിൽ കുറേ പുരുഷന്മാർ കളിക്കുന്നു എന്നുള്ളതിന് നമ്മൾ എൽ അബു സർഫാക്കുക. എൽ അബു, എൽ അബാനി, എൽ അബൂന. അപ്പോൾ എൽ അബൂനെ വേണ്ടി. അങ്ങനെയാണ് ശരിയായ രീതിയിൽ നോക്കുക. മറ്റൊക്കെ ഞാൻ ട്രിക്ക് പറഞ്ഞതാണ്. അടുത്ത് ഹയവാനുൻ. എന്താ ഹയവാന്റെ ജമ്മ്? ഹയവാനാത്ത്. ഹദീഖത്തുൻ, ഹദായിഖ്. ഇബ്നുൻ, അബ്നാ. തൊയ്റുൻ, തുയൂർ. ഷജർ, അഷ്ജാർ. ഖഫസ്, അഖ്ഫാസ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താ എഴുതാനാണ്? എന്താ എഴുതാൻ? എഫ് അലു. അപ്പോൾ 2 ആൾ ചെയ്യുന്നു, കുറേ ആൾ ചെയ്യുന്നു. അപ്പോൾ എഫ് അലാനി, ഇവിടെ എഫ് അലൂന. തഫ് അലു, തഫ് അലാനി, എഫ് അല്ല. ഓക്കെ. അടുത്തെന്താ?
ഇൻതഹൽ ഇംതിഹാനു സനവിയു. എന്താ ഉത്തരം? അർത്ഥം മലയാളം ഇതാണ്. അറബി മലയാളം ഇതാനാണ്. അതായത് ഇതിന്റെ അർത്ഥം ഇതാണ്. ഇൻതഹൽ ഇംതിഹാനു സനവി, വാർഷിക പരീക്ഷ അവസാനിച്ചു. അടുത്തത് ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ യുഹിബു സിറാഅത്ത. എന്താ അർത്ഥം? ഹാമിദ് നിപുണനായ വിദ്യാർത്ഥിയാണ്, കൃഷിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അടുത്ത് അറബിയാക്കാനാണ്. 2 പെൺകുട്ടികൾ കളിക്കുന്നു. പെൺകുട്ടി എന്നുള്ളതിന് ബിന്ത്, 2 പെൺകുട്ടി എന്നുള്ളതിനോ ബിന്താനി. കളിക്കുന്നു, എൽ അബു ആണ് കളിക്കുക അല്ലേ? എൽ അബാനി പറഞ്ഞാൽ 2 ആൾ കളിക്കുക. പക്ഷെ പെണ്ണുങ്ങളാവുമ്പോൾ തെൽ അബാനി. അപ്പോൾ അൽ ബിന്താനി തെൽ അബാനി. ഇത് 2 ആൺകുട്ടികൾ എഴുതുന്നു. എങ്ങനെ പറയാം? ആൺകുട്ടികൾ എന്നുള്ളതിന് എന്താ അറബി പറയാം? ഇബിനുൻ, ഒരാൺകുട്ടി. ഇബിനാനി, 2 ആൺകുട്ടി. അപ്പോൾ ഇബിനാനി യക്തുബാനി. അടുത്ത നുക്കബിലും ഫിൽ കൗസൈനി. യൗമൈദിൻ, അത് വളരെ എളുപ്പമാണ്. തുഹദ്ദിസു അഖ്ബാറഹ വ അന അവ്വലുൽ മുഅ്മിനീൻ വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും. ഇത് ഖുർആൻ ആയത്ത് പൂരിപ്പിക്കാമെന്നാണ്. അപ്പോൾ ഇതാണ് മോഡൽ ചോദ്യപേപ്പർ. അപ്പോൾ ഇനി നമ്മൾ ഒരു ചോദ്യപേപ്പറും കൂടി നോക്കാം. ഇപ്പോൾ ഗൾഫിൽ നടന്ന പരീക്ഷൻ്റെ ചോദ്യപേപ്പറാണിത്. നോക്കാം. അൽ ആഷിറു മിൻ ദിൽഹിജ്ജ. ദിൽഹിജ്ജ മാസത്തെ 10ാമത്തെ ദിവസം. അതെന്താ? വലിയരുന്നാളാണ്, പെരുന്നാൾ. പെരുന്നാളിന് എന്താ പറയുക? ഈദ് മുബാറക്ക് എന്ന് കേട്ടില്ല. അപ്പോൾ ഈദ്, ഇതിലൂടെ ഈദ് എന്നുള്ളത് ഇതാ. അപ്പോൾ യൗമ ഈദുൽ അദ്ഹ. അടുത്ത അഹദാഷറ. അഹദാഷറ പറഞ്ഞാൽ എത്ര? 11. അതൊക്കെ എല്ലാവർക്കും അറിയാം. അടുത്ത റാബി അഷറ എന്ന് പറഞ്ഞാലോ? റാബി 14ാമത്തത് അല്ലേ? 14ാമത്തെ. അടുത്ത അൽ ഹാദി അഷറ 11ാമത്തെ. തിസ് പറഞ്ഞാൽ 9, അത്താസി പറഞ്ഞാൽ 9ാമത്തെ. ഓക്കെ. അടുത്ത നുക്കമ്മിൽ ഇവിടെ ഉത്തരം കൊടുത്ത ഇങ്ങോട്ട് ഇതാണ്. അൽ ബിന്ദാനി ഡാഷ് അലൽ മഖഅദി. അൽ ബിന്ദാനി ഡാഷ്. അപ്പോൾ ആനി എടുക്കണം. ഇവിടെ ആനി ഏതൊക്കെ ഉണ്ട് നോക്കുക. തജ്ലിസാനി, അജ്ലിസാനി. തജ്ലിസ് പറ്റൂല എന്തായാലും, കാരണം അവസാനത്ത് പറ്റൂല. അതിൽ ആനി ഇല്ലല്ലോ. ആനി എന്ന് വരുന്ന ഇവിടെ നോക്കുക. തജ്ലിസാനി ഉണ്ട്, അജ്ലിസാനി ഉണ്ട്. ഓക്കെ. ഇനി ആണാ പെണ്ണാ നോക്കുക. പെണ്ണാണ്. അപ്പോൾ എന്താ വേണ്ടിയത്? തജ്ലിസാനി. 2 പെൺകുട്ടികൾ ഇരിക്കുന്നു എന്നുള്ളതിന് തജ്ലിസാനി. അടുത്ത് അർരിജാലു ബിൽ ഖുറത്തി. അവിടെ വന്ന ചോദ്യം തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ അർരിജാലു യൽ അബൂന ബിൽ ഖുറത്തി ലാസ്റ്റത്തെ. അടുത്ത അൽ ഉസ്താദു ഡാഷ് ഇലൽ മദ്രസത്തി. അൽ ഉസ്താദു യദ്ഹബു ഇൽ മദ്രസത്തി. യൗമൈദീൻ, അതാ അതേ ചോദ്യം. യൗമൈദീൻ തുഹദ്ദിസു അഖ്ബാറഹ. പിന്നെ വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. നമ്മൾ ഖുർആൻ ആയത്താണ് അല്ലേ? അടുത്ത ഖഫസുൻ അഖ്ഫാസ് തൊയ്റു തുയൂറ് ഹയവാൻ ഹയവാനാത്ത് ഷജർ അഷ്ജാർ ഹദീഖ് ഹദായിഖ് ഇബ്ന് അബിന. അതേ ചോദ്യം തന്നെയുള്ള. അടുത്ത നഖ്താർ മിൽ കൗസൈൻ വനുക്കമ്മിലു പൂരിപ്പിക്കാനാണ്. ഇതാ ചോദ്യമല്ല. നോക്കുക. അൽ അസദു ഡാഷ് അൽ ഹദീഖത്തി. അസദ് പറഞ്ഞാൽ എന്താ? സിംഹം. അപ്പോൾ സിംഹം പൂന്തോട്ടത്തിലാണ്. എങ്ങനെ പറയാം? അൽ അസദു ഫിൽ ഹഖീഖത്തി. ഫിയ വേണ്ടി, ഫി. അടുത്ത് കുല്ലുഹാ അജായിബി ഖൽക്കില്ല. എല്ലാം അള്ളാഹുവിൻ്റെ അത്ഭുതത്തിൽ പെട്ടതാണെന്നുള്ളതിന് എന്താ പറയുക? മിൻ. അപ്പം മിന്നെ കൊടുക്കണ്ട. അടുത്ത ദഹബ സിനാനും. സിനാന് പോയി. എന്തിനു പോയി? പൂന്തോട്ടം വിസിറ്റ് ചെയ്യാൻ പോയി. വിസിറ്റ് ചെയ്യണ വേണ്ടി എങ്ങനെ പറയാം? ലി. അപ്പോൾ ലി സിയാറത്തിൽ ഹദീഖ്. പിന്നെ ബയ്യനൽ വാലിദു. ഉപ്പ വിശദീകരിച്ചു. എന്തിനെ കുറിച്ച്? ഹയവാനെ കുറിച്ച്. അപ്പോൾ അനിൽ ഹയവാനാത്ത്. അടുത്തത് അലഷ്. അത് അനിൽ ഹയവാൻ അന്ന ഇതാട്ടോ. അടുത്ത അലഷജറത്തി ബബുക. അല എന്ന് അവിടെ കൊടുക്കണം. ഇത് കണ്ടില്ലേ? അലഷജറത്തി ബബുക. അപ്പോൾ ഇതെന്തായാലും വരും. കഴിഞ്ഞ പരീക്ഷക്കും നേരത്തെ കണ്ട ചോദ്യപേപ്പറിൽ ഇത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സർഫാക്കാൻ. അപ്പോൾ യദ്ഹബു യദ്ഹബാനി. ഇവിടെ യദ്ഹബൂനുണ്ട്. അടുത്ത തദ്ഹബു തദ്ഹബാനി യദ്ഹബിന. അടുത്ത ഇവിടെ എന്താ വരിക? യർജിയോ യർജിയാനി യർജിയൂന. തെർജു തെർജിയാനി യർജിയന. അടുത്തത് പെൺകുട്ടികൾ മടങ്ങുന്നു. എങ്ങനെ പറയാം? പെൺകുട്ടികൾ എന്നുള്ളതിന് എന്താ പറയുക? അൽ ബനാത്തു. അൽ ബനാത്തു മടങ്ങുന്നു. റജ യർജിയു. അപ്പോൾ എന്താണ്? പെൺകുട്ടികൾ മടങ്ങുന്നു എന്ന് പറയുമ്പോൾ യർജിഅന. അൽ ബനാത്തു യർജിഅന. അപ്പോൾ ഇതാണ് ഗൾഫിൽ നടന്ന പരീക്ഷൻ്റെ ചോദ്യപേപ്പർ. അപ്പോൾ നമ്മൾ 2 ചോദ്യപേപ്പർ നോക്കി. അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലിസാനിൻ്റെ ഓരോ പാഠത്തിൻ്റെയും ശേഷമുള്ള ചോദ്യോത്തരങ്ങളുണ്ടല്ലോ, അതന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുക. നിങ്ങളൊരു പേടിയും പഠിക്കണം. അത് നിങ്ങൾക്ക് പക്ക കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് 50-ൽ 50 മാർക്കും കിട്ടും, ഉറപ്പാണ്. കാരണം അതിന് ചോദ്യം വരുള്ളൂ. അത്രേ വന്നിട്ടുള്ളൂ എല്ലാ പരീക്ഷയ്ക്കും.
നിങ്ങൾ ഈ ചോദ്യം തന്നെ നോക്ക്, എല്ലാം അവിടുന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് 3 പാഠത്തിൻ്റെ തദ്രീബാത്ത് വൃത്തിക്ക് പഠിച്ചവർക്ക് ഞാൻ 50-50 മാർക്ക് ഉറപ്പിക്കുന്നു, ഓഫർ തരികയാണ് നിങ്ങൾക്ക്.